എല്ലാ ഗവേഷകരും ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഉപഗ്രഹങ്ങളാണ്. എന്നാൽ ഇലോൺ മസ്ക് അയച്ചത് ഒരു കാറാണ്, ടെസ്ലയുടെ കാർ. 2018 ടെസ്ലയുടെ റോസ്റ്റർ എന്ന കാറിനെ ബഹിരാകാശത്ത് ഇലോൺ മസ്ക് അയക്കുന്നത്. സ്പേസ് സ്യൂട്ട് ധരിച്ച ഒരു മാനക്കൻ കാറിനുണ്ടായിരുന്നു. ഈ ഒരു കാറിനെ അയച്ചത് സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്കാണ്. ഭൂമിയുടെ അന്തരീക്ഷ പഥത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ കാറാണ് ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ കാർ. ഈ ഒരു സംഭവം സ്പേസ് എക്സിന്റെ കഴിവുകൾ കാണിക്കുക മാത്രമല്ല ചെയ്തത്, ബഹിരാകാശ പര്യവേഷണത്തിന്റെയും മാനുഷിക നവീകരണത്തെക്കുറിച്ചുമുള്ള മാസ്കിന്റെ കാഴ്ചപ്പാടുകളാണ് ഇതിലൂടെ അവർ കാണിച്ചത്. ഈ കാർ ഇപ്പോഴും സൂര്യനു ചുറ്റും ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ജനുവരി 13 കണക്ക് വെച്ച് ഈ കാർ ഭൂമിയിൽ നിന്നും 379.7 ദശലക്ഷം കിലോമീറ്റർ അകലെയാണുള്ളത്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 5.78 km/s, അതായത് മണിക്കൂറിൽ 20,800 കിലോമീറ്റർ വേഗതയിലാണ് ഈ കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാർ ഇപ്പോൾ ബഹിരാകാശത്താണെങ്കിലും ചെറിയ ചെറിയ കേടുപാടുകൾ കാരണം സംഭവിച്ചിട്ടുണ്ട്. താപനിലയുടെ വികരണം, മൈക്രോമീറ്ററിന്റെ ആഘാതം എന്നിവയാണ് ഇതിനുള്ള കാരണങ്ങൾ. കാറിന്റെ ബാറ്ററിയും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ മുമ്പ് തന്നെ പ്രവർത്തനരഹിതമായിട്ടുണ്ടാവുമെന്നാണ് നിഗമനം. നിലവിൽ ഈ കാർ ബഹിരാകാശത്തുകൂടി ഒഴുകുന്ന പ്രവർത്തനരഹിതമായ ഒരു വസ്തു മാത്രമാണ്. ടെസ്ല റോഡ്സ്റ്ററിന്റെ ലൊക്കേഷൻ അറിയുവാൻ whereisroadster.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം.